ഇന്ന് ഒരു ക്രാഫ്റ്റൊക്കെ ആവാം. എൻ്റെ വീട്ടിലെ ഓരോ മുക്കും മൂലയും ഒന്ന് ശരിക്കും അടിച്ച് നോക്കിയാൽ ഇതുപോലത്തെ ഓരോന്ന് കാണാൻ പറ്റും. ഇതൊക്കെ എടുത്ത് വെക്കണതും ഞാൻ തന്നെയാണ്, വേറൊന്നുമില്ലടോ. ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ കണ്ടാലേ പിന്നെ ഒരു ദിവസം നല്ലൊരു സാധനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് എൻ്റെ ഉള്ളിലത്തെ ആർട്ടിസ്റ്റിനെ പൊക്കും. പിന്നെ അപ്പം ചെയ്യാതെ നിന്നിട്ട് കാര്യമില്ലല്ലോ, അങ്ങനെ എടുത്തു വെക്കും. ഈ എടുത്തു വെക്കൽ കൂടുകയെന്നല്ലാതെ ഇതൊന്നും ഞാൻ യൂസ് ചെയ്യൂല. പിന്നെ ഒഴിവാക്കാൻ നേരത്തേക്കാരം ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടാവുക. പിന്നെ അഥവാ അമ്മ പണിയെടുക്കണ നേരത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും സാധനം അമ്മൻ്റെ കണ്ണ് പെട്ടാൽ തീർന്ന് അതിൻ്റെ കാര്യം അവിടെ കഴിഞ്ഞു. അതെടുത്ത് പുറത്തേക്ക് ഒഴിവാക്കും. സ്വാഭാവികം, എല്ലാ വീട്ടിലും ഉണ്ടാവണ പോലെ തന്നെ. അപ്പം ഇതിപ്പം എൻ്റെ അമ്മേൻ്റെ കണ്ണിലെ നോട്ടപ്പുള്ളിയാണ്. സോ 2-3 ദിവസത്തിനുള്ളിൽ ഇതും പുറത്താവും. അത് കാണാനുള്ള മനസ്സ് എനിക്കില്ലാത്തതുകൊണ്ട് ഇതിനെ ഞാൻ വേഗം പൊക്കി. ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കടോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എനിക്കെൻ്റെ തലയിൽ വെച്ചത് ഒരു ഓർഗനൈസറാണ്. എന്തിനുള്ള ഓർഗനൈസറാണെന്നൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഇട്ടേക്കുക തന്നെ. എന്തായാലും എനിക്കിപ്പോൾ ഒരു ഓർഗനൈസറിൻ്റെ ആവശ്യമുണ്ട്. എന്നാൽ പിന്നെ അത് ഞാൻ തന്നെ ഉണ്ടാക്കിയാൽ പോരെ. ഒരു പ്ലാനും ഇല്ലാതെ തുടങ്ങിയതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ വലിയ എക്സ്പെക്റ്റേഷനൊന്നുമില്ല. ഇത് സംഭവം വെരി സിമ്പിളാണ്. ഒന്നുമില്ല, ഒരു പ്രിങ്കിൾസിൻ്റെ ക്യാൻ എടുക്കുക, അതിന് നടുഭാഗം ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ മുറിച്ചിട്ട് ബാക്കിലും ഇതുപോലെ മുറിച്ച് ബാക്കിലൊരു കാർഡ്ബോർഡ് കഷ്ണം റൗണ്ടിലാക്കിയിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻ്റൊക്കെ അടിക്കുക കേട്ടോ. ഞാൻ അത് ഉണങ്ങി കിട്ടുന്നവരെ ക്ഷമിച്ചിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു പ്രിൻ്റഡ് പേപ്പർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തത്. സംഭവം ഞാൻ ക്യൂട്ടാക്കാനാണ് വിചാരിച്ചിരുന്നത് തുടക്കത്തിൽ. പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ഒരു വിൻറ്റേജ് ആ ഒരു തീമിലുള്ള പേപ്പർ ആയതുകൊണ്ട് അത് വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അൽഹംദുലില്ലാ, വിചാരിച്ച അത്ര മോശമായിട്ടില്ല. പിന്നെ ഇതിങ്ങനെ വെറുതെ ബ്ലാങ്ക് ആക്കിയിട്ടാൽ അതൊരു ഓർഗനൈസർ ആവില്ലല്ലോ, അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ കയറ്റണ്ടേ. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് സ്കെച്ച് പെൻസ് അതിനുള്ളിൽ കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമില്ലെങ്കിലോ ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്തൂടെ.